ട്രബിൾ ഷൂട്ടർ 7ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിപ്പയറിംഗ് ഒന്നുമല്ല ചെയ്യാൻ പോകുന്നത്, ഡിസോൾഡറിങ് വിക്ക് കൊണ്ട് എങ്ങനെ ഡിസോൾഡറിങ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണെന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായി കമൻറ്റിലൊക്കെ ആയിട്ട്, ഡിസോൾഡറിങ് വിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഡിസോൾഡറിങ് വിക്ക് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ഡിസോൾഡറിങ് വിക്ക് 2 ടൈപ്പാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ് സാധനം. ഇത് റെഡിമെയ്ഡായിട്ട് വരുന്ന സാധനമാണ്. ഇത് മീറ്റർ നമ്മൾ അളന്ന് 1 മീറ്റർ 2 മീറ്റർ പറഞ്ഞ് മേടിക്കുന്ന സാധനമാണ്. ഇത് രണ്ട് ടൈപ്പാണ് ഇവിടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ വേറെ ടൈപ്പ് ഉണ്ടോയെന്ന് അറിയില്ല, എനിക്ക് അറിയാവുന്നത് ഇതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഫ്ലക്സ്, ഇതിനുള്ള സോൾഡറിങ് ഫ്ലക്സ് പേസ്റ്റ് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഉണ്ടാവും. ഈ കമ്പിയുടെ മുകളിൽ തന്നെ പേസ്റ്റും കൂടെ ഉണ്ടാവും. ഇതിങ്ങനെയാണ് സംഭവം വരുന്നത്. അതുപോലെ ഇതിൻ്റെ മുകളിൽ പേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇത് നമ്മൾ ഡിസോൾഡർ ചെയ്യുന്ന സമയത്ത് അല്പം പേസ്റ്റ് ഇതിൻ്റെ മുകളിലാക്കണം, എന്നിട്ട് വേണം ഡിസോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിത് രണ്ടും വെച്ചിട്ട് ഡിസോൾഡർ ചെയ്ത് നോക്കാം. നമുക്ക് ഡിസോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ ബോഡിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഴിച്ചെടുക്കാം. നമുക്ക് ഈ ബോർഡ് ഉപയോഗിക്കാം. ഈ ബോർഡിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഒരു ഐസി ഉണ്ട്. ഈ ഐസി നമുക്ക് റിമൂവ് ചെയ്യാം വിക്ക് ഉപയോഗിച്ചിട്ട്. ആദ്യം നമുക്ക് ഈ മീറ്ററായിട്ട് വാങ്ങിയ സാധനം, അതിൽ നമുക്ക് കുറച്ച് പേസ്റ്റ് ഉപയോഗിക്കണം. അതുകൊണ്ട് ഇത് സോൾഡറിങ് പേസ്റ്റാണ്. അതതിൻ്റെ മുകളിൽ അല്പം ജസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു അല്പം ആക്കുക. ശേഷം നമുക്ക് സാധാരണ പോലെ ഇത് എവിടെയാണോ സോൾഡർ ചെയ്യേണ്ടത്, ഇപ്പോൾ ഐസിയുടെ പിന്നിലാണെങ്കിൽ ആ പിന്നിൻ്റെ അടുത്ത് ഇത് കൊണ്ടുവെക്കുക. ഇത്രേ ഉള്ളൂ. ആ പിന്നവിടുന്ന് ആ പിന്നിൻ്റെ അവിടെയുള്ള ലെഡ് ഈ കമ്പിയുടെ മുകളിലോട്ട്, ഇതിൻ്റെ മുകളിലോട്ട് പിടിച്ചിട്ടുണ്ട്. പ്രിൻ്റ് അധികം ഡാമേജ് ആവാണ്ടൊക്കെ എടുക്കാൻ പറ്റും ഇതിനകത്ത്, അധികം ബലം കൊടുക്കണ്ട. പിന്നെ ഒരു മെത്തേഡ് ഡിസോൾഡറിങ് പമ്പാണ്. പമ്പ് ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് പമ്പ് ഇല്ല. ഇത് 2 സൈഡിൽ ഈ പിന്നിൻ്റെ ചോട്ടിൽ നമ്മൾ ഈ കമ്പി വെക്കുന്നു, ഇതിൻ്റെ മുകളിൽ അയൺ വെക്കുന്നു, ചൂടാക്കുന്നു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ ലെഡ് ഉരുകി ഈ വിക്കിൻ്റെ മുകളിലേക്ക് പിടിക്കും. അങ്ങനെയാണ് ഈ സംഭവം ഡിസോൾഡർ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഈ ഒരു ഐസിയുടെ ഈ ഒരു സൈഡ് പിന്നെല്ലാം ഡിസോൾഡർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിമെയ്ഡ് വിക്ക് ഉപയോഗിച്ചിട്ട് ഇതിന് നമ്മൾ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഇതിന് പേസ്റ്റും കൂടി ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ജസ്റ്റ് വെക്കുക. ഇതുണ്ടോ, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പേസ്റ്റും കൂടി ഉണ്ടാവും. അതുകൊണ്ട് എളുപ്പമാണ് നമുക്ക്. ഏത് ഭാഗത്ത് ലെഡ് പിടിച്ചിട്ടുള്ളത് നോക്കിയിട്ട് ആ ഭാഗത്ത് ഇത് വെക്കുക, അയൺ വെച്ച് കൊടുക്കുക. ലെഡ് ഉരുകാനുള്ള ഒരു സമയം കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഐസി റിമൂവ് ചെയ്ത് ഐസിയുടെ പിന്നൊക്കെ ഡിസോൾഡർ ആയിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഐസി ഊരിയെടുക്കാവുന്നുള്ളൂ. ഐസി വളരെ ക്ലീൻ ആയിട്ട് കിട്ടി. PCB അവിടെ ക്ലീനാണ്.
പ്രിൻ്റ് പൊട്ടിപ്പോവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഡിസോൾഡറിങ് വിക്ക് ഉപയോഗിക്കേണ്ട വിധം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് സാധാരണ ഇതിൽ ലെഡ് ആയിക്കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കളയുക ചെയ്യുക. ഈ എൻഡ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. അതാണ് ഇത് ചെയ്യുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൽ നമ്മൾ ലെഡ് ഉണ്ടെങ്കിൽ നല്ല ഹീറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുടഞ്ഞ് കളയാൻ പറ്റും. കുറച്ചൊക്കെ ലെഡ് പോകും, തെറിച്ച് പോകും. പക്ഷേ അടുത്തിരിക്കുന്ന ഡിവൈസിൻ്റെ മുകളിലൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് ശ്രദ്ധിക്കണം. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. തുടക്കക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ ഇത് എളുപ്പമായിരിക്കും. ഒന്നും കൂടി PCB വേണമെങ്കിൽ നമുക്കിത് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ. PCB ക്ലീൻ ചെയ്യണമെങ്കിൽ ലെഡ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇതിലേക്ക് അങ്ങ് പോക്കോളും, നീറ്റായി വരും. ഇത് കണ്ടോ, വളരെ ക്ലീനായിട്ട് നമ്മൾ IC ഊരിയെടുത്തു. പിന്നെ ഒടിഞ്ഞു പോവോ വളഞ്ഞു പോവോ അങ്ങനത്തെ സീനൊന്നുമില്ല. വളരെ നീറ്റായി കിട്ടി. റെഡിമെയ്ഡ് വരുന്നത് ഇതിന് 20 രൂപ വില ഉണ്ട്. ഇതിനകത്ത് 2.5 മീറ്റർ നീളം ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ 1 മീറ്ററിന് എത്രയാണ് 5 രൂപ ആ റേഞ്ച് എങ്ങാണ്ടേ ഉള്ളൂ. ചെറിയ പൈസയുള്ളൂ ഇതിൽ നമ്മൾ പേസ്റ്റ് അപ്ലൈ ചെയ്യണമെന്ന് മാത്രം. ഇതിൽ പേസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. റെഡിമെയ്ഡ് തന്നെ പേസ്റ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് ഡിസോൾഡറിങ് വിക്ക്. ഇങ്ങനെയാണ് ഡിസോൾഡറിങ് വിക്ക് ഉപയോഗിക്കുക. ഡിസോൾഡറിങ് വിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും സന്ധിക്കും വരെ വണക്കം.